പുക കൊണ്ട് പണിത സീലിംഗും സൈക്കിൾ കൊണ്ടൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഷിംഗ് മെഷീനും കൺസ്ട്രക്ഷൻ ട്രിക്സ്. ഹലോ ഫ്രണ്ട്സ്, പഠിച്ച് പാസ്സായാൽ ഒന്നെങ്കിൽ എഞ്ചിനീയർ, അല്ലെങ്കിൽ ഡോക്ടർ, അല്ലെങ്കിൽ രാജ്യം വിടുക. അതൊക്കെ തന്നെയല്ല ഇപ്പോൾ ഇവിടുത്തെ ട്രെൻഡ്. അങ്ങനെ പാസ്സാകാത്ത കുറച്ച് എഞ്ചിനീയർമാരുടെ തലയിൽ ഉദിച്ച വ്യത്യസ്തമായ കൺസ്ട്രക്ഷൻ രീതികളും ഐഡിയകളും ഒന്ന് കണ്ടുവന്നാലോ? കണ്ടു തീരുമ്പോ ഇങ്ങനെയും കാര്യങ്ങൾ ചെയ്യാമോ എന്ന് നിങ്ങൾ ചിന്തിക്കും, അതുറപ്പ്. ഇനി അങ്ങനെ തോന്നിയില്ലെങ്കിലും എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ അങ്ങനെ തോന്നിക്കണ ഗൈസ്. പിന്നെ ഈ പരീക്ഷണങ്ങളൊക്കെ സ്വന്തം റിസ്കിൽ മാത്രം ചെയ്തു നോക്കുക കേട്ടോ. ലാസ്റ്റ് എന്നെ കുറ്റം പറയില്ലേ. നമ്പർ 15, സീലിംഗ് ഡിസൈൻ. സീലിംഗ് ബ്യൂട്ടി എന്ന് കേട്ടിട്ടില്ലേ? അപ്പോ ഇതായിരുന്നു സംഭവം. അത് ശരി, ഇങ്ങനെ തീ വെച്ച് അതിലെ പുക തട്ടിച്ച് ഭിത്തിയിൽ പാടുണ്ടാക്കുന്നതായിരുന്നോ ഇവന്മാരുടെ പുതിയ ഡിസൈൻ? ഇതെന്റെ വീട്ടിലുമുണ്ടായിരുന്നു. പക്ഷെ അത് അഴുക്കാണെന്നും പറഞ്ഞ് അമ്മ എപ്പോഴും തുടച്ചു കളയുമായിരുന്നു. ഈ വീഡിയോ ഇപ്പൊ തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കണം. പണക്കാരന്മാരൊക്കെ പൈസ കളഞ്ഞ് ചെയ്യുന്നത് നമുക്ക് നാച്ചുറലായി തന്നെയുണ്ട്. ഇതെങ്ങനുണ്ട്? നമ്പർ 14, ഇനി എളുപ്പത്തിൽ വൃത്തിയാക്കാം. ദേവസേനെ, മോപ്പുകൾ 3, കൈകൾ 2, തുടച്ചോളൂ. ഇതെന്താ, ഇവൻ മോപ്പ് വെച്ച് ഡാൻസ് കളിക്കുവാണോ? എന്തായാലും കൊള്ളാം. ഒരു മോപ്പ് വെച്ച് 3 സ്ഥലം 3 മണിക്കൂറിൽ തുടയ്ക്കുന്നതിനേക്കാൾ നല്ലത് 3 മോപ്പ് വെച്ച് ഒരു സ്ഥലം 3 മിനിറ്റിൽ തുടയ്ക്കുന്നത് തന്നെയാ. ഇവൻ കൊള്ളാലോടേ. നമ്പർ 13, ഇനി എത്താത്ത സ്ഥലങ്ങളിലും ഡ്രില്ല് ചെയ്യാം. ഉയരം കൂടുന്തോറും ചായക്ക് ടേസ്റ്റ് കൂടിയേക്കാം. എന്നാൽ ഈ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ഇത്തിരി പാടാണേ. ഉയരം കൂടിയ സ്ഥലത്ത് ഡ്രില്ല് ചെയ്യാനായി ഇവിടെ ഒരാൾ അയാളുടെ എഞ്ചിനീയറിംഗ് ബുദ്ധി ഉപയോഗിച്ചതാണ് നമ്മൾ കാണുന്നത്. മരത്തിന്റെ പീസുകൾ പ്രത്യേക രീതിയിൽ കണക്ട് ചെയ്താണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. കണ്ടില്ലേ, എന്ത് സിമ്പിളായാണ് അയാൾ ഒരു ഡ്രിൽ എക്സ്റ്റൻഡർ വെച്ച് ഉയരങ്ങൾ തുരന്ന് കീഴടക്കുന്നതെന്ന്. എടാ വീരുതാ. നമ്പർ 12, സൈക്കിൾ കൊണ്ടൊരു വാഷിംഗ് മെഷീൻ. അല്ല പിന്നെ, വാഷിംഗ് മെഷീനൊക്കെ മേടിക്കാനുള്ള പൈസ ഇല്ലാത്തവർ പിന്നെ എന്ത് ചെയ്യും? ഇവിടെ കണ്ടില്ലേ, മോന്റെ സൈക്കിൾ ചരിച്ചു വെച്ച് അതിന്റെ പെഡൽ കറക്കി ഒരു വാഷിംഗ് മെഷീൻ തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് ഈ ലേഡി. ബട്ട് ഇത് ഓട്ടോമാറ്റിക് അല്ല എന്ന് മാത്രം. പിന്നെ എന്ത് വാഷിംഗ് മെഷീൻ അല്ലേ ഗൈസ്? തുണി അധികം വൃത്തിയാകണമെന്നില്ലെങ്കിലും ഒരു രസകരമായ ഐഡിയ തന്നെയാണിത്. നമ്പർ 11, ഇനി അല്പം റെസ്റ്റ് ആകാം. ജോലിക്കിടയിൽ ഒരു ബ്രേക്ക് ഒക്കെ ആരാണ് ആഗ്രഹിക്കാത്തത്? എന്നാൽ ബ്രേക്ക് എടുക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന ഒരു ആത്മാർത്ഥതയോടെ നിറകുടമായ തൊഴിലാളിയാണ് ദേ ഈ ഇരിക്കുന്നത്. തന്റെ പണി എളുപ്പമാക്കാനായി സഹായിക്കേണ്ട മെഷീനെ തന്നെ ബുദ്ധി ഉപയോഗിച്ച് പണി ചെയ്യിപ്പിക്കുകയാണ് ഈ വിരുദ്ധൻ. ഇനി പണി കഴിയുമ്പോൾ മെഷീൻ ഓഫാക്കി കൂലിയും വാങ്ങി വീട്ടിൽ പോയാൽ മതി. അതുവരെ വെറുതെ ചായ കുടിച്ച് ആശ്വസിച്ചിങ്ങനെ ഇരിക്കാം. നമ്പർ 10, മരം വെട്ടുകാരന്റെ ബുദ്ധി. ഒറ്റ നിൽപ്പിനല്ലേ 55 എണ്ണത്തിനെ പുള്ളി തട്ടിയത്. സംഭവം എന്താണെന്നല്ലേ, ഈ മരം വെട്ടുകാരൻ പ്രൊഫഷണൽ തന്നെ, ഒരു സംശയവും വേണ്ട. കണ്ടില്ലേ, എന്ത് രസകരമായും എന്നാൽ കുറച്ച് എഫേർട്ട് എടുത്തുകൊണ്ടാണ് അയാൾ ഈ മരങ്ങളെല്ലാം വെട്ടിയിട്ടതെന്ന്. തക ഒറ്റ മരം വെട്ടിയതേ ഉള്ളൂ. ഒരു ഡോമിനോ എഫക്റ്റ് പോലെ ബാക്കി 55 മരങ്ങളും താഴെ വീണു. ചെയിൻ റിയാക്ഷൻ പോലെ മരങ്ങൾ വീഴ്ത്തി കാണിച്ച ഈ മരം വെട്ടുകാരൻ ഒരു കില്ലാടി തന്നെയല്ലേ ഗൈസ്. നമ്പർ 9, അൺലോഡ് പൈപ്പ്. ഇത് കൊള്ളാം. ലോഡ് ഇറക്കാൻ ഇനി ഒന്നിൽ കൂടുതൽ ആളുകളുടെ ആവശ്യമില്ലല്ലോ. 2 ടേപ്പ് അല്ലെങ്കിൽ കയറുണ്ടെങ്കിൽ കാര്യം കഴിഞ്ഞു. കണ്ടില്ല എങ്ങനെയാണെന്ന്? വളരെ എളുപ്പത്തിൽ വെറും കയർ മാത്രം ഉപയോഗിച്ച് ഒരു ലോഡ് പൈപ്പിനെ സിമ്പിളായി ലോറിയിൽ നിന്ന് താഴെ എത്തിക്കുന്നത്. ഓ, ഇനി പൈപ്പിന് പകരം ചുടുകട്ടയാണെങ്കിൽ എങ്ങനെയാകുമെന്നാകും നിങ്ങളുടെ അടുത്ത ചിന്ത. എന്നാൽ അതിനുമുണ്ട് വഴി. കുറച്ച് ബാമ്പു അല്ലെങ്കിൽ മുളക്കഷ്ണങ്ങളും സേഫ് ലാൻഡിങ്ങിന് ഒരു ടയറും മാത്രം മതി. ഏത് കട്ടയും നമുക്ക് സിമ്പിളായി സേഫ് ലാൻഡ് ചെയ്യാം. അതും ഇതിന് ഒരാളുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ചുകൂടി സുഖകരമാക്കാൻ ഒരാളുടെ കൂടെ ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കാവുന്നതേയുള്ളൂ. നമ്പർ 8, ഡ്രയർ മുടി ഉണക്കാൻ മാത്രമല്ല. എന്താ, പണ്ടത്തെ പോലെ നിങ്ങളുടെ ഫ്രിഡ്ജ് തണുക്കുന്നില്ല എന്നുണ്ടോ? ചൂടുള്ള കാലത്ത് അപ്പോ ഫ്രിഡ്ജും തണുപ്പിക്കാനൊക്കെ സമയമെടുക്കുമാകും. എന്നാൽ തെറ്റി. ഇത് ചൂടിന്റെ അല്ല, നിങ്ങളുടെ ഫ്രിഡ്ജിന്റെ ഡോറിന്റെ സീല് പോയതാകും. അതുവഴി ലീക്കേജ് ഉള്ളതുകൊണ്ടാകാം തണുക്കാൻ ഇത്ര സമയം. ഇതുപോലെ ഒരു പേപ്പർ ഇടയ്ക്ക് വെച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഈ പ്രശ്നം. ഇനി ഇത് പരിഹരിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ മുടി ഉണക്കുന്ന ഹെയർ ഡ്രയർ വെച്ച് ഇതിന്റെ റബ്ബർ ഫ്രെയിം ഒന്ന് ചൂടാക്കി കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ മനസ്സിലായോ ഹെയർ ഡ്രയർ കൊണ്ട് ഇങ്ങനെയും കുറെ ഗുണങ്ങളുണ്ടെന്ന്? എന്നാൽ ഇവിടെ ഒരു ലൈക്ക് ഇട്ടോ. നമ്പർ 7, ഈസിയായി ആണി അടിക്കാം. ആണി അടിക്കാനൊക്കെ എല്ലാവരെ കൊണ്ടും പറ്റും. എന്നാൽ ആണി ചുമരിൽ ഫിക്സ് ചെയ്ത് ആദ്യത്തെ അടി കയ്യിൽ തട്ടാതെ അടിക്കാൻ കുറച്ച് കോൺസെൻട്രേഷൻ കൊടുത്തേ പറ്റൂ. എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇതാ ഒരു കിടിലൻ ഹാക്ക്. ആണി വലിച്ചൂരാൻ, അതായത് പ്ലഗ് ചെയ്തെടുക്കാൻ ഉപയോഗിക്കുന്ന ഭാവത്തിൽ ആണി ഇങ്ങനെ വെച്ചതിന് ശേഷം ഉദ്ദേശിച്ച സ്ഥലത്ത് ആണി ഫിക്സ് ചെയ്ത് സേഫായിട്ട് അടിക്കുക. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ വിരലുകളെയും സേഫാക്കി വെക്കാം. അടിപൊളി ഹാക്ക് തന്നെയല്ലേ? ഇത്തരം കാര്യങ്ങൾ ഇനിയും അറിയാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്പർ 6, ഭംഗിയുള്ള നടപ്പാത. ഒരു കലാകാരന് പടം വരയ്ക്കാൻ പേപ്പറും പേനയും തന്നെ വേണമെന്നില്ല. ഇത് കണ്ടില്ലേ, പായല് പിടിച്ചു കിടന്ന വഴി എന്ത് മനോഹരമായാണ് അലങ്കരിച്ചെടുത്തേക്കുന്നതെന്ന്. ഒരു സ്റ്റെൻസിലും അതിൽ വാട്ടർ പ്രഷർ അടിച്ചുകൊണ്ടുമാണ് അവർ ഇതുണ്ടാക്കിയെടുത്തത്.
പെയിന്റും അടിക്കണ്ട, എന്നാൽ വഴി വൃത്തിയായി കിടക്കുകയും ചെയ്യും. ഐഡിയ കൊള്ളാമല്ലേ? അപ്പോൾ ഇത് ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അത് ശരി, ഇത് കണ്ടോ, ചുമരിൽ ചുടുകട്ട കൊണ്ടുണ്ടാക്കിയതുപോലെ തോന്നിക്കാൻ ഇവർ ചെയ്തത്. മതിൽ പൊളിച്ച് ചുടുകട്ട വെക്കാതെ നൈസായി ഒരു സ്പോഞ്ചിൽ പെയിന്റ് മുക്കി ചുടുകട്ടയുടെ ഡിസൈൻ പോലെ പ്രസ് ചെയ്തുണ്ടാക്കിയെടുത്ത്. നമ്പർ 5, വെള്ളം പിടിക്കാൻ എളുപ്പവഴി. ഈ ബക്കറ്റൊക്കെ നിറയ്ക്കാൻ എത്ര നേരം കാത്തു നിൽക്കണം അല്ലേ? എന്നാൽ അതിനൊരു മാറ്റം കൊണ്ട് വന്നേക്കുവാണ് ഇയാൾ. എങ്ങനെയെന്നല്ലേ, ഓരോ ഡ്രമ്മും തമ്മിൽ ഒരു പൈപ്പ് ഉപയോഗിച്ച് കണക്ട് ചെയ്തു. എന്നിട്ട് ആദ്യത്തെ ഡ്രമ്മും നിറഞ്ഞു തുളുമ്പാതെ ഒരു ലെവലിൽ വെള്ളം എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായി തന്നെ അപ്പുറത്തെ ഡ്രമ്മിലോട്ട് വെള്ളം പോകുന്ന രീതിയിൽ ഒരു പൈപ്പ് കണക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി ഒരു പൈപ്പ് കൊണ്ട് അയാൾക്ക് 3 ഡ്രമ്മ് നിറയ്ക്കാം. വേണമെങ്കിൽ ഇനിയും എണ്ണം കൂട്ടുകയും ചെയ്യാം. സമയം നഷ്ടമാകത്തുമില്ല, വെള്ളം വേസ്റ്റ് ആകത്തുമില്ല. ജിഗിജിഗാ. സിങ്കിലെ ബ്ലോക്ക് മാറ്റാം. എന്തേ, സിങ്ക് ബ്ലോക്കായോ? വിഷമിക്കേണ്ട. ഇതുപോലൊരു കുപ്പി എടുത്ത് സിങ്കിൽ വെച്ച് അതിനെ ഒന്ന് അമർത്തിയെടുത്താൽ മതി. ഇത് അതിനുള്ളിലെ എയറിനെ സക്ക് ചെയ്തെടുക്കുകയും ബ്ലോക്ക് നീക്കം ചെയ്യുകയും ചെയ്യും. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി സംഭവം വർക്കിംഗ് ആണോന്ന് കമന്റ് ചെയ്യൂ. നമ്പർ 4, ഇനി റൂമിനുള്ളിലും ആകാശം. നക്ഷത്രങ്ങളെ നോക്കി കിടന്നുറങ്ങിയിട്ടുണ്ടോ? നല്ല രസമാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് എവിടെയാണ് വിശ്വസിച്ച് നക്ഷത്രം നോക്കി കിടന്നുറങ്ങാൻ പറ്റുന്നത്? എന്നാൽ നമ്മുടെ ബെഡ്റൂമിലേക്ക് നക്ഷത്രങ്ങളെ ഡയറക്റ്റ് അങ്ങ് കൊണ്ടുവന്നാലോ? അതെങ്ങനെയുണ്ടാകും? അതെ, കുറച്ച് ഫൈബർ ഒപ്റ്റിക് LED ലൈറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ റൂമിൽ നക്ഷത്രങ്ങളെ എത്തിക്കാം. എത്ര നക്ഷത്രങ്ങളാണോ നിങ്ങൾക്ക് ആവശ്യം അത്രയും ചെറിയ ചെറിയ ഹോൾ നിങ്ങളുടെ സീലിംഗിൽ ഉണ്ടാക്കണം. എന്നിട്ട് അവിടെയെല്ലാം ഈ ഫൈബർ ഒപ്റ്റിക് ലൈറ്റുകൾ ഫിക്സ് ചെയ്യണം. എന്നിട്ട് ഇഷ്ടപ്പെട്ട രീതിയിലൊന്ന് അലങ്കാരം കൂടി ചെയ്തു കൊടുത്താൽ നക്ഷത്രങ്ങൾ റെഡി. ഇനി ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാം. എത്ര മനോഹരമായിരിക്കുന്നു അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിന്റെ ലൈറ്റിംഗ് പാറ്റേണുകൾ അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. നമ്പർ 3, വെള്ളം ചൂടാക്കാൻ ഒരു ട്രിക്ക്. നല്ല തണുപ്പത്ത് ചൂടുവെള്ളം കിട്ടിയാൽ നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ ചൂടുവെള്ളം വേണമെങ്കിൽ ഒന്നെങ്കിൽ പാത്രത്തിൽ വെച്ച് തിളപ്പിക്കണം, അല്ലെങ്കിൽ വില കൂടിയ വാട്ടർ ഹീറ്റർ വേണം. എന്നാൽ അധികം പൈസ മുടക്കാതെ വെറും വേസ്റ്റ് ബോട്ടിലുകൾ വെച്ച് വാട്ടർ ഹീറ്റർ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇവർ. നമ്മൾ ഉപയോഗിച്ച് കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലും ക്യാനുകളും പ്രത്യേക രീതിയിൽ വെച്ച് അതിൽ കറുത്ത പെയിന്റ് അടിച്ച് ചൂടിനെ അബ്സോർബ് ചെയ്ത് അതിലൂടെ ഒഴുകുന്ന വെള്ളത്തിനെ ഒരു കിടില മെത്തേഡിലൂടെയാണ് ഇവരിതുണ്ടാക്കിയെടുത്തത്. സോ കുപ്പികൾ വലിച്ചെറിയാതെ ഇതുപോലെ യൂസ്ഫുൾ ആയ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കൂ ഗൈസ്. നമ്പർ 2, ഇനി പുതിയ പൈപ്പ് വാങ്ങണ്ട. പൈപ്പിൽ ലീക്ക് ഉണ്ടോ? എന്നാൽ ഇനി പുതിയ പൈപ്പ് വാങ്ങി പൈസയും കളയണ്ട. അത് ഫിറ്റ് ചെയ്യാൻ സമയവും കളയണ്ട. ആ ലീക്കേജ് നല്ല വൃത്തിക്ക് അടച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ ഒരു സിമ്പിൾ റീപ്ലേസ് മെത്തേഡ് യൂസ് ചെയ്താൽ മതി. പിന്നെ ഒരിക്കലും ലീക്കാകില്ല. ഇനി സമയവും പൈസയും ഒരുപോലെ ലാഭം. ഇതെവിടെ കിട്ടുമെന്നറിയില്ല, ഒന്ന് അന്വേഷിച്ച് നോക്ക്. നമ്പർ 1, കുട കൊണ്ടൊരു അക്വേറിയം. എല്ലാവരും കുട ഉപയോഗിക്കുന്നത് മഴവെള്ളം വീഴാതിരിക്കാനാണ്. എന്നാൽ ഇയാൾ കുട ഉപയോഗിക്കുന്നത് അതിൽ വെള്ളം നിറയ്ക്കാനാണ്. എന്താ അല്ലേ? കുട്ടിക്കാലത്ത് ഇതുപോലെ കുടയിൽ വെള്ളം നിറച്ച് നോക്കിയവരുണ്ടോ? കോൺക്രീറ്റ് കലക്കി കുടയിൽ ഒഴിച്ച് അത് വെച്ച് ഒരു അക്വേറിയം തന്നെ ഉണ്ടാക്കിയെടുത്തു ഈ ബുദ്ധിമാൻ. എന്നാൽ ഇത് എത്ര കാലം നിലനിൽക്കുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം. എന്ത്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നാകും നിങ്ങൾ ചിന്തിക്കുന്നത്. എന്നാൽ ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയും ചിന്തിക്കുന്നവരുണ്ടോ എന്നാണ്. ഇവർക്കൊക്കെ എവിടുന്നല്ലേ ഇത്രയും ഐഡിയ കിട്ടുന്നേ? നിങ്ങൾക്ക് ഇങ്ങനത്തെ ഐഡിയകളുണ്ടോ? എങ്കിൽ ഞങ്ങളുമായി അത് ഷെയർ ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്തേക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ ഇനിയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.